ഷിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഷിർക്ക് വലിയ പാതകമാണ്. മറ്റ് പാപങ്ങൾക്കില്ലാത്ത അടിസ്ഥാനപരമായ 3 ശിക്ഷകൾ ഷിർക്കിനുണ്ട്. അതൊന്ന് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഇതിന്റെ ദലീലായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു ശിർക്ക് ചെയ്ത ഒരുത്തനെന്തില്ല പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്ത് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? മരണപ്പെട്ടാലാണ്. മരിക്കുന്നതിന് മുമ്പ് ഏത് പാപത്തിനും മഗ്ഫിറത്തുണ്ട്, തൗബയുണ്ട്. തൗബയില്ലാത്ത ഒരു പാപം ദുനിയാവിലില്ല. ഒരാൾ ശിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടാൽ തൗബയില്ല, അയാൾക്ക് മഗ്ഫിറത്തില്ല. ഇതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. മറ്റൊരു ആയത്തിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിർ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ ഫയമുത്, അങ്ങനെ അവൻ മരണപ്പെട്ടു, വഹുവ കാഫിർ, കാഫിറായിട്ട് മരണപ്പെടുകയും ചെയ്താൽ ഫഉലൈക അസ്ഹാബുൻ നാർ, അക്കൂട്ടരാണ് നരകത്തിന്റെ അഹ്ലുകാർ. ഔലൈക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ, അവരുടെ കർമ്മങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പൊളിഞ്ഞു പോകും. വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ അഹ്ലുകാരാണ്, അവർ കാലാകാലം നരകത്തിലാണ്. അതാണ് ഷിർക്കിന്റെ ഒന്നാമത്തെ കുറ്റം. എന്താണ്? ശിക്ഷ എന്താണ്? ഷിർക്ക് ചെയ്തവന് മരണത്തിന് ശേഷം മഗ്ഫിറത്തില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മറ്റു പാപങ്ങൾക്ക് മഗ്ഫിറത്തുണ്ട്. മരിച്ചാലും അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്. ഷിർക്കല്ലാത്ത പാപം ചെയ്ത് മരിച്ചവൻ അത് എത്ര കടലിന്റെ നുരയോളം പാപം ചെയ്തവനാണെങ്കിലും ശരി, അവൻ ഷിർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള പുറത്തു കൊടുക്കും. അള്ളാഹ് പറഞ്ഞതാണ്, യബ്ന ആദം, ഓ ആദം സന്തതി എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, നീ ആകാശം മുട്ടെ പാപവുമായിട്ടാണ് എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ, എന്നെ കണ്ടുമുട്ടുമ്പോൾ എന്നെ ഷിർക്ക് വെക്കാതെയാണ് നീ കണ്ടുമുട്ടുന്നത് എങ്കിൽ, ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ഷിർക്കല്ലാത്ത പാപങ്ങൾ ആകാശം മുട്ടയുണ്ട് ഒരാളത്. ഷിർക്ക് ചെയ്യാതെയാണ് അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അള്ളാഹ് പറയാൻ, ഞാൻ ആകാശം മുട്ടെ മഗ്ഫിറത്തുമായി നിന്നെ കണ്ടുമുട്ടുന്നതാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ മഹത്താണ്, ഒരു മുവഹിദിന്റെ ദറജയാണ്. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുടെ സ്ഥാനമാണ്. അതാണ് പാപം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. ഷിർക്കിന്റെ ഗൗരവമാണ്. ഷിർക്ക് അല്ലാഹ് പൂർത്തിയല്ല, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ശിക്ഷ, ഷിർക്ക് ചെയ്താൽ അവൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ബാത്തിലാണ്. മറ്റു പാപങ്ങൾ ചെയ്താൽ സൽക്കർമ്മങ്ങൾ ബാത്തിലാവില്ല, അവൻ പാപം ചെയ്ത കുറ്റം കിട്ടും. ഷിർക്ക് ചെയ്താൽ സൽക്കർമ്മങ്ങൾ മുഴുവനും ബാത്തിലാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ് ബോധനം നൽകിയത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. താങ്കൾ ഷിർക്ക് ചെയ്താൽ താങ്കളുടെ പാപങ്ങളെല്ലാം, സൽപ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. എല്ലാ പാവവും നിഷ്ഫലമായി പോകും, ഒന്നും സ്വീകരിക്കൂല. ഒരാള് 60 കൊല്ലം ജീവിച്ചു കുടിക്കും, 60 കൊല്ലം നിസ്കരിച്ച നിസ്കാരം, 60 കൊല്ലം ഹജ്ജ് ചെയ്ത ഹജ്ജ്, 60 കൊല്ലം സക്കാത്ത് കൊടുത്ത സക്കാത്ത്, 60 കൊല്ലം നിർവഹിച്ച നോമ്പ്, 60 കൊല്ലം ഏതെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബാത്തിലാകും. ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അയാൾ ദർഗയിൽ പോകുന്ന ആളാണ് എങ്കിൽ, ഖബറാളികളോട് തേടുന്ന ആളാണ് എങ്കിൽ, ഖബറാളികൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ, ഉറൂസ് നടത്തുന്ന ആളാണ് എങ്കിൽ, മരിച്ചവരെ വിളിച്ച് സഹായം തേടുന്ന ആളാണ് എങ്കിൽ, ഈ 60 കൊല്ലവും വേസ്റ്റാണ്. അവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാണ്. അങ്ങനത്തെ ആൾക്കാരുടെ കർമ്മങ്ങൾ അല്ലാതെന്ന് അറിയോ? വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻതൂറ. ആ കർമ്മങ്ങളൊക്കെ അള്ളാഹ് എടുത്തിട്ട് കാറ്റിങ്ങ് പറത്തിക്കളയും, ഒന്നും സ്വീകരിക്കില്ല, ഒക്കെ വേസ്റ്റ്. സക്കാത്ത് വേസ്റ്റ്, ഹജ്ജ് വേസ്റ്റ്, നോമ്പ് വേസ്റ്റ്, എല്ലാം വേസ്റ്റ്. എന്തില്ലാത്തത് കൊണ്ട്? തൗഹീദ് ഇല്ലാത്തത് കൊണ്ട്, ഷിർക്ക് ചെയ്തത് കൊണ്ട്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, ദർഗയിൽ തവാഫ് ചെയ്തത് കൊണ്ട്, ദർഗയിൽ നേർച്ച വഴിപാടുകൾ നടത്തിയത് കൊണ്ട്,
എല്ലാം മാത്രമേ. ഷിർക്ക് ചെയ്താലുള്ള മൂന്നാമത്തെ ശിക്ഷ, മറ്റു പാപങ്ങൾക്കില്ലാത്ത മൂന്നാമത്തെ ശിക്ഷ, ഷിർക്ക് ചെയ്തവൻ മരണപ്പെട്ടാൽ കാലാകാലം നരകത്തിലാണ്, അവൻക്ക് സ്വർഗമേ ഇല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ബനൂ ഇസ്രായേലിനോട്, നസാറാക്കളോട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു النار വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു النار, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, ശിർക്ക് പോലുള്ള ദുൽമ് ചെയ്ത ലാലിമീങ്ങൾക്ക് നാളെ പരലോകത്തൊരു സഹായി ഉണ്ടാകുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ ദഖലൽ ജന്ന വമമ്മാത യുശ്രികു ബിഹി വമൻ ലഖിയല്ലാഹ യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിലും പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിതൻ ദഖലൻ നാർ. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായ ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. മുശ്രിക്കിന്റെ സങ്കേതം നരകമാണ് കാലാകാലം. ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് നരകത്തിന്റെ ആൾക്കാർ, അവർ അവിടെ ശാശ്വതരാണ്. വളരെ ഗൗരവമുള്ളൊരു അമലാണ് ഷിർക്ക്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.